പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവ്യബലിയിൽ വീട് പണി പൂർത്തിയായതിന് നന്ദി സൂചകമായിട്ട് ബലിയർപ്പിക്കുന്നതിൽ നമ്മൾ ഓർമ്മിക്കുന്നത് കിരൺ ഖോനോച്ചിനെയാണ്. അതുപോലെ തന്നെ കിയാറിൻ്റെ 3ാം ജന്മദിനത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബിജുവും ജെന്നിഫറിനെയും 12ാമത്തെ വിവാഹ വാർഷികത്തിൽ ഓർക്കുന്നു. ഇന്നത്തെ ദീപലിയിൽ പരേതരായിട്ടുള്ള സഹോദരങ്ങളെ അനുസ്മരിക്കുന്നത് ആൻ്റണി കുരിശുപറമ്പിൽ, ഫ്രാൻസിസ് മോന്തോ, ഇവി മോന്തോ, ഗ്ലാഡിസ് മെയിൻ, മുറിയൽ മെയിൻ, ക്രിസ്റ്റീന ആൻ്റണി കുരിശുപറമ്പിൽ, ട്രീസ റാഫേൽ കണ്ടത്തിപ്പറമ്പിൽ, ജോൺ കുരിശുപറമ്പിൽ, വർഗീസ് മാവുങ്കൽ, സൈമൺ ജോർജ്, ജോയ് വർഗീസ് കോണോച്ച്, പൊന്നമ്പലക്കൽ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടിയും പുതിയ സ്ഥലത്തിൽ ആത്മാക്കളെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സഹോദരരെ, ഈ ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാകുന്നതിനായി നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും മനസ്തപിച്ച് ദൈവത്തോട് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Christ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പസ്തോലിക ശിലയുടെ ദൃഢമായ അടിസ്ഥാനമുള്ള അങ്ങേ സഭയ്ക്കെതിരായി നരകവാതിലുകൾ ഒരിക്കലും പ്രബലപ്പെടാൻ അങ്ങ് അനുവദിക്കുന്നില്ലല്ലോ. മഹാനായ വിശുദ്ധ ലിയോ പാപ്പയുടെ മാധ്യസ്ഥത്താൽ അങ്ങേ സത്യത്തിൽ നിലനിന്നുകൊണ്ട് നിരന്തര സമാധാനത്താൽ സുരക്ഷിതരാകുവാൻ സഭയ്ക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 8 വരെയും 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുന്നു. വാത്സല്യമുള്ളവനെ, നീ ശരിയായ വിശ്വാസ സംഹിതയ അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവ ബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢത ഉള്ളവരും ആയിരിക്കാൻ നീ ഉപദേശിക്കുക. പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാ വിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ രക്ഷിക്കും. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരൂ. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവിൽ നിന്നാണ്. കർത്താവാണ്
തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു അരുളി ചെയ്തു, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ 50 വർഷത്തിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ വൈദിക മാർപ്പാപ്പയായിട്ട് അവസാന നിമിഷങ്ങളിൽ ചോദിക്കുമ്പോൾ അവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ സഭയിൽ ചെയ്ത്, ലോകത്തിനു വേണ്ടി ചെയ്ത്, യൂറോപ്പിലെല്ലാം നിരീശ്വര ചിന്താഗതിയിൽ നിന്നെല്ലാം വളരെ രാജ്യങ്ങളേക്ക് മോചിപ്പിച്ചു സ്വാതന്ത്ര്യം നൽകിയ മനുഷ്യർക്ക്. ഇതെല്ലാത്തിനും കാരണമായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഞാൻ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനമില്ലാത്ത ഒരു ദാസനാണ് എന്നാണ്. ഞാൻ കടമ നിർവഹിച്ചതേയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ കടമ നിർവഹിക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ കൽപ്പിക്കപ്പെട്ടവയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കടമ നിർവഹിച്ച ദാസന്മാരാണ് എന്നുള്ള ചിന്തയാണ് പൗലോസ്ലീഹ അപ്പോസ്തലൻ തീത്തോസിന് നൽകുന്ന ലേഖനത്തിൽ. അവിടെയെല്ലാം എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതെന്ന് പറയുന്നത്. വിശ്വാസം, വർധന, സ്നേഹം, പ്രത്യാശ, ഇതിലെല്ലാം നമ്മൾ ജീവിതത്തിൽ വളരുമ്പോൾ ക്രിസ്തീയ ജീവിതം അത് ധന്യമാകും. അങ്ങനെയുള്ള ധന്യമായ ജീവിതത്തിൻ്റെ അവസാനമാണ് നമ്മളെല്ലാം അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയെ കാത്തിരിക്കുന്നത്, ദൈവത്തോടു കൂടെയായിരിക്കുന്നതിന്. ഒരു ധന്യമായ ജീവിതം നയിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയും നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, സഹജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനൊക്കെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദീപബലിയിൽ പ്രത്യേകമായിട്ട് നന്ദി സൂചകമായിട്ട് 2 വ്യക്തികളെ നമ്മൾ കുടുംബങ്ങളെ അനുസ്മരിക്കുന്നു. കിരൺ കോനോത്തിനെയും കിയാറയും അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വേർപിരിഞ്ഞ് പോയ സഹോദരരെ ആൻ്റണി, ഫ്രാൻസിസ്, ഗ്ലാഡിസ്, മുറിയൽ, ക്രിസ്റ്റീന, ട്രീസ, റാഫേൽ, ജോൺ വർഗീസ്, സൈമൺ, ജോയ് വർഗീസ്,
ഇപ്പം നമ്മുടെ കുടുംബത്തിൽ മരിച്ച എല്ലാവരെയും ഓർക്കുന്നു. ഈ അവർക്കെല്ലാം കർത്താവായ ദൈവം പ്രതിഫലം നൽകി തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നമാക്കുന്നത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുകയും നമുക്കെല്ലാവർക്കും വേണ്ടി രക്ഷകൻ്റെ കാരുണ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന് നന്മ പ്രതീക്ഷിക്കുന്ന നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിൻ്റെ കരുണ നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസിയുടെ ആത്മാക്കളെ വിശ്രാമം നൽകുന്നതിന് വേണ്ടി സർവ്വമനുഷ്യരുടെയും വിധിയാലിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന് ചെവിചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് അനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിച്ച കാണിക്കകളാൽ അങ്ങേ സഭയെ കനിവാർന്ന് പ്രകാശമാനമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ അജഗണം എല്ലായിടത്തും അഭിവൃദ്ധി പ്രാപിക്കുകയും അങ്ങേ ഭരണത്തിൻ കീഴിൽ അജപാലകർ അങ്ങേ നാമത്തിന് പ്രീതികരമായി വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഇതെന്നാൽ വിശുദ്ധ ലിയോൺ മാർപ്പാപ്പായുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേ സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഇത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾക്ക് പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുന്നിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേശന ജെയിംസ് മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോട് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമിടം സ്ഥലമോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപീകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപടുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാതെ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കു ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവ് പ്രാപിക്കുന്നു.
കുർബാന സ്വീകരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് അത് നാവിലേക്ക് വയ്ക്കുക, പ്രത്യേകം ഉറപ്പിക്കുന്നു. പ്രഭാതകുസുമം കോവിലിൽ ചൂടിയ തുഷാരകിരണം തഴുകി വെറുതെ തഴുകി പ്രകാശമിൽ വിതറും പകലിൽ പ്രഭവം ഞാനാണല്ലോ. പ്രഭാതകുസുമം കോവിലിൽ ചൂടിയ തുഷാരകിരണം തഴുകി വെറുതെ തഴുകി. സ്വരൂപൻ പകലിൽ എരിഞ്ഞുയർന്നു ജ്വാല പകർന്നു. പ്രകാശരൂപൻ പകലിൽ എരിഞ്ഞുയർന്നു ജ്വാല പകർന്നു. പുകയായി വെയിലിൽ നീർമണി മാഞ്ഞു പൂകരിഞ്ഞു. സൂര്യന്റെ ഗർഭം താണിറങ്ങി. പ്രഭാതകുസുമം കവിളിൽ ചൂടിയ തുഷാരകിരണം തഴുകി. നിസ്സാരവേദോ പോലെ മനുഷ്യൻ പോകും. നിസ്സാരവേദോ പോലെ മനുഷ്യൻ പോകും. കാലം തീരും ഓർമ്മകൾ മായും നശ്വരമായി വിളങ്ങും. യേശുവേ ജീവന്റെ മുത്തായി നീ വരുകിൽ. പ്രഭാതകുസുമം കവിളിൽ ചൂടിയ തുഷാരകിരണം തഴുകി വെറുതെ തഴുകി. പ്രകാശമിൽ വിതറും പകൽ പ്രഭവം ഞാനാണല്ലോ. പകലിൻ പ്രഭവം ഞാനാണല്ലോ. പ്രഭാതകുസുമം കവിളിൽ ചൂടിയ
തുഷാരകിരണം തഴുകി. ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദിവ്യഭോജനത്താൽ പരിപോഷിപ്പിച്ച അങ്ങേ സഭയെ സംപ്രീതിയോട് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശക്തമായ പരിപാലനത്താൽ നയിക്കപ്പെട്ട് സഭ വർത്തമാനമായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ക്രൈസ്തവ വിശ്വാസ സമഗ്രതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. സ്തുതികൾ ചൊല്ലുന്നു, നല്ലവനാം ചിന്മയനെ വാഴ്ത്തുവിൻ. അന്യരും സ്വർഗപിതാവേ നന്മകളെ ഇമ്പമാക്കി വാഴ്ത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ, 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 മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ. നൽവഴികൾ കാട്ടിടും വയസ്സു ചൊന്നതാ, സൽഗുരുവിൻ ചേവടികൾ ചേർന്നു പോകതാ. ലോകത്തിൻ ദീപമായി ഭൂമി തന്നുകുമാ, നാഗത്തെ ഈ മണ്ണിൽ തീർക്കുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ, 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 മംഗളമായി പാടിടുവിൻ. ഹല്ലേലൂയ.